എന്നും താഴ്ചയല്ല, എന്നും പരിശോധനയുമല്ല, എന്നും ഉപേക്ഷണവുമല്ല, എന്നും അവഗണനയല്ല. ഒരു ദിവസം ദൈവം ഉയർച്ച വെച്ചിട്ടുണ്ട്, ഒരു ദിവസം ദൈവം അംഗീകാരം വെച്ചിട്ടുണ്ട്, ഒരു ദിവസം ദൈവം പരിഗണനയും മഹത്വവും കരുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന, ദൈവത്തിന് ഒരു തക്ക സമയം നിങ്ങളെ ഉയർത്തുവാനുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരിക്കുക. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് ഉയർത്തും. അതുവരെ നമ്മൾ അനർത്ഥങ്ങളോ കഷ്ടതകളോ വേദനകളോ താഴ്ചയോ ഒക്കെ അനുഭവിച്ചേക്കാം. പക്ഷെ ദൈവം അവന്റെ സമയത്ത് അവൻ ഉയർത്തും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവം ചിലപ്പോഴൊക്കെ നമ്മൾ ആ കൈക്കീഴിൽ താണിരിക്കുമ്പോൾ നമ്മളെ ലോകം അറിയുകയില്ല. ആരും നമ്മളെ ചിലപ്പോൾ കണ്ടില്ലെന്ന് വന്നേക്കാം. കർത്താവിന്റെ കൈക്കീഴിൽ താണിരിക്കുമ്പോൾ ദൈവസന്നിധി മുട്ടുമടക്കുന്നവനും കാത്തിരിക്കുന്നവനും താണിരിക്കുന്നവനും ലോകം അറിയില്ല. പക്ഷെ ദൈവം അറിയും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. സമയമാകുമ്പോൾ, അവന്റെ സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആമേൻ. ചില ആളുകൾ അങ്ങനെയാ. ദൈവം ഇപ്പൊ ഏലീശ പ്രവാചകനെ ദൈവം ഇങ്ങനെ നോക്കി വെച്ചിരിക്കുക. പ്രവാചകനല്ല കേട്ടോ, അദ്ദേഹം ഈ എന്താ പറയുന്നത്, നിലമൊഴിയുന്ന ജോലിയാണ്. കണ്ടം പൂട്ടുകയാണ് കാളയും കൊണ്ട്. 12 ജോഡി കാളയെ നിലമൊഴിയുവാൻ ഉപയോഗിക്കുന്ന ഒരു വയലിന്റെ ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ അതിന് അത്രയും കാട്ടുകളുള്ള ഉടമസ്ഥനാണ്. ദൈവം അവനെ കണ്ടിരുന്നു. ഏലിയാവിനോട് പറഞ്ഞു, നീ പോയി സാഫാത്തിന്റെ മകനായ ഏലീശയെ നീ അഭിഷേകം ചെയ്യണം നിനക്ക് പകരമായി. ദൈവം അവനെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ശൗലിനെ ദൈവം അങ്ങനെ കണ്ടതാണ്. ഈ ദാവീദിനെ അങ്ങനെ ദൈവം കണ്ടതാണ്. കണ്ടവന്റെ അടുക്കലേക്ക് ദൈവം അയച്ച്, ദൈവം കണ്ടവന്റെ അടുക്കലേക്ക്. കാരണം അവൻ താണിരിക്കുക. അവനെ ലോകം അറിയുന്നില്ല, ലോകം കാണുന്നില്ല. ആമേൻ. പക്ഷെ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ താണിരുന്നാൽ നിങ്ങളെ അന്വേഷിച്ച ആള് വരും, നിങ്ങളെ വിളിപ്പിക്കും. യോസേഫ് എത്ര നാളെ കാത്തിരുന്ന് എവിടെ ഇരുന്നറിയാമോ? ജയിലിനകത്ത് കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്നവനൊക്കെ ആരാ മന്ത്രിയാക്കാൻ പോകുന്നത്? അവന്റെ ആരെങ്കിലും ആ സ്ഥാനത്തോ ആ രാജ്യത്തോ ഉണ്ടോ? ഒന്നുമില്ല, ആരുമില്ല. പക്ഷെ ജയിലിൽ കിടക്കുന്നവൻ ദൈവത്തെ വിളിക്കുന്നവനായിരുന്നു. അവൻ സകല ജഡത്തിന്, സകല രാജാക്കന്മാരെ നീക്കുകയും വായിക്കുകയും ചെയ്യാൻ അധികാരമുള്ളവനായതുകൊണ്ട്, ആ ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് സമയമായപ്പോൾ ദൈവത്തിന്റെ വിളി ഈ രാജാവിന്റെ സ്വപ്നത്തിലൂടെ വെളിപ്പെട്ടു, ഫറവോയുടെ സ്വപ്നത്തിലൂടെ വെളിപ്പെട്ടു. അവൻ അന്വേഷിച്ചു. ഒടുവിൽ യോസേഫിനെ ആളയച്ച് വരുത്തിച്ചു. തക്ക സമയത്ത് ഒരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. താണിരുന്നാൽ മതി. അത് കാരാഗ്രഹത്തിലാണെങ്കിലും താണിരുന്നാൽ, ആരും എന്നെ അറിയുന്നില്ലല്ലോ, എന്നെ ആരും കാണുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി ആരും കരുതുന്നില്ല, ചിന്തിക്കണ്ട. ദർശനം നൽകിയൊരു ദൈവമില്ലേ, ആ ദൈവം ജാഗരിക്കുന്നുണ്ട്. സമയമാകുമ്പോൾ രാജാവിന് സ്വപ്നം കൊടുക്കും. സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അത് വിശ്വസിച്ചോ? നിങ്ങളുള്ള സ്പെഷ്യൽ ദൂത അത്. സമയമാകുമ്പോൾ ദൈവം ഉയർത്താൻ വഴികൾ തുറക്കും. അതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കുകയല്ല നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു, നിങ്ങളെ സഹായിക്കാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചവരായിരിക്കുകയല്ല. പ്രതീക്ഷിച്ചവരെല്ലാം പ്രതികൂലമായി മാറിയേക്കാം. പക്ഷേ ദൈവം പ്രതികൂലമല്ലാത്തത് കൊണ്ട്, ദൈവം അനുകൂലമായതുകൊണ്ട് അനുകൂലമാകേണ്ടവനെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയാണ്, 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. 5-ാം വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവൻ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ആമേൻ. സമയമാകുമ്പോൾ ദൈവത്തിന്റെ വിളി വരും പുറത്തു കൊണ്ടുവരുവാൻ. കൂടാരത്തിൽ ഒളിപ്പിക്കുന്നവനെ, ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ, പ്രാർത്ഥനയ്ക്കകത്ത്, ആത്മസാന്നിധ്യം ഉള്ളിടത്ത് ഒളിക്കുന്നവനുണ്ടല്ലോ, അവൻ പരാജിതനല്ല. പ്രശ്നം വരുമ്പോൾ, ശത്രു വരുമ്പോൾ ഓടി പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരുന്നവൻ പരാജിതനല്ല. ആമേൻ. അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. കാരണം സകലത്തിന്റെ മേൽ അധികാരമുള്ള ശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാ. ഹല്ലേലൂയ. ആമേൻ. നെഹമ്യാവ് പറയുകയാണ്, എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? ഇല്ല, ഞാൻ പോകില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഏത് ശത്രു വന്നാലും ദൈവം നേരിട്ടോളും. ഒരു യുദ്ധം എനിക്ക് നേരിട്ടാലും ഞാൻ നിർഭയനായി വസിക്കും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊക്കെ ദൈവഭക്തന്മാരുടെ ഉറപ്പാ.
കാരണം ദൈവം കൂടെ ഉള്ളവനും ദൈവം യുദ്ധം ചെയ്യും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നല്ല ഉറപ്പുള്ളവരെ സംബന്ധിച്ച് ദൈവത്തെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ, വേറെ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. 112 സംഘത്തിൽ പറയുന്ന ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. ദുർവർത്തമാനങ്ങൾ അവനെ ഭയപ്പെടുത്തുകയില്ല, കുലുക്കിക്കളയുകയില്ല, കുലുക്കാൻ നോക്കും. അവൻ ഒന്നിനും ഭയപ്പെടേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ ഒളിച്ചു, കർത്താവിന്റെ സന്നിധി കയറി ഇരുന്നു. സമയമാകുമ്പോൾ എഴുന്നേൽപ്പിക്കുവാൻ, ഉയർത്തുവാൻ ആമേൻ അവൻ വരും. 57 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ, ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം നിന്റെ ചിറകിന്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇരിക്കുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ പറയാം, നിന്റെ ചിറകിന്റെ കീഴിൽ ഞാൻ ഇരിക്കുകയാണ്. ആപത്ത് ഒഴിഞ്ഞു പോകുവോളം സമയമാകുമ്പോൾ ദൈവം പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. അവൻ നല്ലവൻ, അവൻ വിശ്വസ്തൻ. ഏലിയാവിനോട് പറഞ്ഞു, നീ പോയി കേര്യത്തിൽ പോയി ഒളിച്ചിരിക്കുക. അത്ര വലിയ പ്രവാചകൻ. സമയമായപ്പോൾ ഏലിയാവ് ആഹാബിന്റെ അടുക്കിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനിടയായി. ആമേൻ. ദൈവം പിടിച്ചിരുത്തുന്നിടത്ത് ദൈവിക പദ്ധതിക്ക് വേണ്ടി കാത്തിരുന്നു, ദൈവത്തിന്റെ കൈക്കീഴിൽ താണിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഉയർച്ച ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്തുവാൻ അവിടുത്തെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കട്ടെ. ഈ വചന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം കരുതിയ ശ്രേഷ്ഠതയും ഉയർച്ചയും അഭിവൃദ്ധിയും നന്മയും ഈ മെയ് മാസം അവർ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ കാത്തിരിക്കട്ടെ, നിന്റെ മുഖത്തേക്ക് നോക്കട്ടെ. നീ അത്ഭുതം അവർ കൊണ്ട് ചെയ്യണം. തക്ക സമയത്ത് ഇവരെ ഉയർത്തും, അത്ഭുതം ചെയ്യും. അതിന്റെ വഴി തുറന്നു വരട്ടെ. ഇടപെടേണ്ട മേഖലകളിൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. മക്കൾക്ക് മുൻപേ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് തക്ക സമയത്ത് ഉയർത്തും. കർത്താവിന്റെ കാൽക്കൽ താണിരിക്കുക, അവന്റെ കയ്യിലിരിക്കുക. God bless you. Have a beautiful day.